കറുത്തവന്റെയും ക്രിസ്ത്യാനിയുടെയും ചോരയ്ക്ക് നിറം ചുവപ്പല്ലെന്നോ എന്ന തലക്കെട്ടോടെ സിറോ മലബാർ മീഡിയ കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റ് ശ്രദ്ധേയമാകുന്നു. പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി നൊമ്പരപ്പെടുത്തുന്ന വാർത്തകളാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതിലും പിടിമുറുക്കുകയും അവിടങ്ങളിലെ ക്രൈസ്തവരെ അതിക്രൂരമായി ഉന്മൂലനം ചെയ്യുകയും ചെയ്യുന്ന വാർത്തകൾ നാം കാണുന്നുണ്ട്. അതിലേറ്റവും ഭീകരമായത് നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വംശഹത്യയാണ്. 2009 മുതൽ സാവധാനം ശക്തിയാർജിച്ചു വരുന്ന വംശഹത്യയുടെ 1.25 ലക്ഷത്തോളം നിരപരാധികളെ കൊന്നുതള്ളിയ നരനായാട്ടിന്റെ കരളുപിളർക്കുന്ന ചിത്രമാണെന്നും സിറോ മലബാർ മീഡിയ കമ്മീഷൻ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തെയോർത്തും ഇവിടുത്തെ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും സാംസ്കാരിക നായകന്മാരെയും ഓർത്തും നാം അഭിമാനിക്കും. എപ്പോഴാണെന്നോ, പലസ്തീനിലെ മനുഷ്യർക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന അതേ വേദിയിൽ നൈജീരിയയിൽ, ഇറാഖിൽ, സിറിയയിൽ, ഇറാനിൽ, തുർക്കിയിൽ, പാകിസ്ഥാനിൽ, അഫ്ഗാനിസ്ഥാനിൽ ബോക്കോ ഹറാമും ISISും പിടിമുറുക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൊല്ലപ്പെട്ട, തട്ടിക്കൊണ്ടുപോകപ്പെട്ട, അടിമകളാക്കപ്പെട്ട ക്രൈസ്തവർക്ക് വേണ്ടി, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി കൂടെ പ്രതികരിക്കാൻ കൂടെ തയ്യാറാകുമ്പോൾ, അപ്പോൾ മാത്രമേ നാം യഥാർത്ഥത്തിൽ മതേതര മാനവികതയുടെ വക്താക്കളും പ്രചാരകരുമാകൂവെന്നും സിറോ മലബാർ മീഡിയ കമ്മീഷൻ പോസ്റ്റിൽ വ്യക്തമാക്കി. ചേഴ്സ് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.